भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം. കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദമാം സമ്പത്തുമൈശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ. സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം. കൃഷ്ണ തൊഴുന്നേനഹം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 835 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 19 അധ്യായത്തിൻ്റെ അവസാനത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 19 അധ്യായത്തിൽ 41 വരെയുള്ള ശ്ലോകങ്ങൾ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് ഭഗവാന്റെ വാക്കുകളായിട്ട് നമ്മൾ കേൾക്കുന്നു 42 ശ്ലോകത്തിലൂടെ. മൂർഘോ ദേഹാദ്യഹം ബുദ്ധി പന്ഥാ മന്നിഗമസ്മൃത ഉൽപ്പഥശ്ചിത്ത വിക്ഷേപ സ്വർഗ സത്വഗുണോദയ. ഉദ്ധവന്റെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 5 ചോദ്യങ്ങൾ. അതിൽ ചോദിക്കുന്നുണ്ട്, ക പണ്ഡിത കശ്ചമൂർഖ ക പന്ഥ ഉൽപ്പഥശ്ചക കസ്വർഗോ നരക കസ്വിൽ കോ ബന്ധുരുത കിം ഗൃഹം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ആരാണ് മൂർഖൻ, അതേപോലെ തന്നെ എന്താണ് വഴി, അതേപോലെ ചോദിക്കണു ചീത്ത വഴി ഏതാണ്, ഉൽപ്പഥ അത് ഏതാണ്, സ്വർഗം എന്താണ്. ഇതിലെ ഈ 4 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ
ശങ്കയെ, ആ സംശയത്തെ ദൂരീകരിക്കുന്നത്. ദേഹാദ്യഹം ബുദ്ധി, ദേഹത്തിലും ഇന്ദ്രിയത്തിലും ഞാനെന്ന ഭാവം ഉള്ളവൻ. മൂർഖ, മുട്ടാളൻ അല്ലെങ്കിൽ വിഡ്ഢി. മന്നിഗമഹ പന്ഥ, എന്നെ പ്രാപിക്കുന്നത് വഴി എന്നും. സ്മൃത, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ചിത്തവിക്ഷേപ, മനസ്സിന്റെ ചലനമാണ്. ഉത്പഥ, ഭഗവാന്റെ പദം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഭഗവാനിലേക്കുള്ള വഴി. ചിത്തവിഷയങ്ങളിൽ ചിത്തവിക്ഷേപം, മനസ്സിന്റെ ചലനം ചീത്ത വഴിയായിട്ട് കണക്കാക്കുന്നു. സത്വഗുണോദയ, സത്വഗുണത്തിന്റെ ആവിർഭാവത്തെ സ്വർഗലോകം എന്ന് പറയുന്നു. ഇപ്പൊ സ്വദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള പുത്രഭാര്യ സംബന്ധികളിലൊക്കെ അവർ എൻ്റേതാണ് എന്നുള്ള തോന്നൽ, അങ്ങനെയുള്ള ബുദ്ധി ആർക്കാണോ ഉള്ളത് അവനെയാണ് മൂർഖൻ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ പറയുകയാണ്, പുലിയെയോ സിംഹത്തെയോ ദുഷ്ടമൃഗങ്ങളെപ്പോലും ഇത്ര ഭയപ്പെടേണ്ടതില്ല എന്നാണ്. കാരണം അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം മാത്രമേ മോഹം ഉണ്ടാവുള്ളൂ, മറ്റൊന്നും ആഗ്രഹിക്കില്ല. പക്ഷേ ദേഹാഭിമാനമുള്ള ആളുകൾ അന്യരെ പലപ്പോഴും ഒരു കാരണവുമില്ലെങ്കിലും ദ്രോഹിക്കും. അതുകൊണ്ട് ഇത്തരം ആളുകൾ മൂർഖന്മാരാണ്, മുട്ടാളന്മാരാണ്, വിശ്വസിക്കാൻ പാടില്ലാത്തവരാണ്. അവർക്ക് അവരവരുടെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത അവരെ പല പല ദുഷ്കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അതുകൊണ്ട് ദേഹത്തിൽ അഹംബുദ്ധിയുള്ളവൻ, മമതയും അഹന്തയുമുള്ളവൻ, അവനാണ് മൂർഖൻ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ അങ്ങനെ ദേഹാഭിമാനമുള്ള ആളുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കും. അതേസമയം എന്നെ അറിയാൻ ഉപകരിക്കുന്ന വൈദികമായ നിവൃത്തിമാർഗമാണ് ഏറ്റവും നല്ല വഴി. അപ്പൊ നല്ല വഴി എന്ന് പറയുന്നത് എന്താ? കല്ലും മുള്ളും ഒന്നുമില്ലാത്ത രാജവീഥി എന്നല്ല, മറിച്ച് അത് ഭഗവാനിലേക്കുള്ള വഴിയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴിയായി, അല്ലേ? കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്ന് പറഞ്ഞിട്ടാണ് സാക്ഷാൽ കലിയുഗവരതനായ ഭഗവാന്റെ അടുത്തേക്ക് ഈ മണ്ഡലകാലത്ത് പ്രത്യേകിച്ചും ഭക്തന്മാർ പോവുക. അങ്ങനെ കാട്ടിലും മേട്ടിലും അലഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നല്ല വഴിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ആ നല്ല വഴി ഭഗവാനിലേക്കുള്ള വഴിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ഉപകരിക്കുന്ന വഴിയാണ് നല്ല വഴി. അതേപോലെ തന്നെ മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രവൃത്തി മാർഗങ്ങളാണ് ചീത്ത വഴി. അതിൽ നടക്കും തോറും ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിതാന്തമായ വിശ്രാന്തിയിലേക്ക് ആ വഴിയിലൂടെ പോയാൽ എത്തില്ല. കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നും, കിട്ടുന്നതിൽ തൃപ്തി വരില്ല. അതേപോലെ തന്നെ ആ കിട്ടുന്നതിൽ ആനന്ദം അനുഭവിക്കാനും സാധിക്കുകയില്ല. ഇനി സ്വർഗലോകം എന്താണ് എന്നുള്ള ചോദ്യം, അത് കേവലം ഇന്ദ്രാദിലോകമല്ല എന്നാണ്. ഇന്ദ്രാദിലോകത്തിൽ കിട്ടുന്ന സുഖത്തിന് ഒരവസാനമുണ്ട്, നാശമുണ്ട്. പുണ്യം ക്ഷയിച്ചാൽ അത് കഴിയും. അപ്പോ പിന്നെയും ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് സ്വർഗാദിലോകം സുഖമല്ല. എന്നാൽ സത്വഗുണം വർദ്ധിച്ചാലോ? സത്വഗുണം ഒരാളുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ അയാൾക്ക് ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും സുഖസ്ഥാനമായിരിക്കുന്ന സ്വർഗം എന്ന് മനസ്സിലാക്കുക. മനസ്സിൽ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക. അങ്ങനെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ സ്വർഗാവസ്ഥയിലേക്ക് എത്തും, ആ നിത്യാനന്ദത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്വഗുണോദയ, സത്വഗുണത്തിൻ്റെ ഉദയമാണ് യഥാർത്ഥമായ സ്വർഗം. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തു. ഇനി നരകം എന്താണ്? നരകസ്തമ ഉന്നാഹോ ബന്ധുർഗുരുരഹം സഖേ ഗൃഹം ശരീരം മാനുഷ്യം ഗുണാഢ്യോ ഹ്യാഢ്യ ഉച്യത്തെ. ഹേ സഖേ, എൻ്റെ കൂട്ടുകാരാ ഉദ്ധവ, തമ ഉന്നാഹ, തമസ്സിൻ്റെ ആധിക്യത്തെയാണ് നരകം എന്ന് പറയുന്നത്. ഗുരു, ആ ആത്മവിദ്യയെ നൽകിയ മഹാനായ ഗുരു അഹം, ഞാൻ തന്നെ. ബന്ധു, സഹായി. മാനുഷ്യം, മനുഷ്യനെ സംബന്ധിച്ച ശരീരം, ഗൃഹമാണ്, വീട്. ഗുണാഢ്യ, ഗുണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠതയുള്ളവൻ. ആഢ്യൻ, ധനികൻ എന്നും പറയപ്പെടുന്നു. നേരത്തെ പറഞ്ഞു സത്വഗുണത്തിന്റെ അഭിവൃദ്ധിയാണ് സ്വർഗം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു
തമോ ഗുണത്തിൻ്റെ അഭിവൃദ്ധിയെ നരകം എന്ന് പറയുന്നു. സംസാര ദുഃഖത്തിൻ്റെ ആത്യന്തിക നിവൃത്തിക്ക് കാരണമായ ആത്മജ്ഞാനം ഉപദേശിക്കുന്ന ഗുരുസ്വരൂപനായ ഞാനാണ് ബന്ധു എന്ന് മനസ്സിലാക്കൂ. ഭക്തബന്ധു എന്നാണ് ഭഗവാനെ പറയുക. അപ്പൊ ബന്ധുർ ഗുരുരഹം സഖേ. പിന്നെ പറയുകയാണ്, ഈശ്വരനെ പൂജിക്കാനും ജന്മാദി സുഖങ്ങൾ നേടാനും ജന്മാദി ദുഃഖങ്ങളുടെ നാശത്തിനും ഉപകരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ഇങ്ങനെ ശ്രേഷ്ഠമായ നിരവധി വസ്തുക്കൾ ചേർന്ന ഈ മനുഷ്യ ശരീരം തന്നെയാണ് ഗൃഹം അല്ലെങ്കിൽ ആ വീട് എന്ന് മനസ്സിലാവും. അപ്പൊ വലിയ ഹർമ്യാദികളില്ലാത്തത് കൊണ്ട് നല്ല വീടില്ലാത്തവൻ എന്ന് വിചാരിക്കേണ്ട, അത് കേവലം ഭൗതികമാണ് എന്ന് ചുരുക്കം. ഇതേപോലെ വിവേകം, ധൈര്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളുള്ളവനാണ് ആഢ്യൻ അല്ലെങ്കിൽ ധനികൻ. ധനാദികൾ കൊണ്ട് അയാൾ ധനികനാവണില്ല. ധനാദികൾ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയ ഉപകാരവും സുഖവും വിവേകം തുടങ്ങിയ ഗുണങ്ങളുള്ള ആൾക്ക് ലഭിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷണത്തിൽ നശിക്കാത്തതാണ് വിവേകം കൊണ്ടുണ്ടാകുന്ന ധനം. ക്ഷണത്തിൽ നശിക്കുന്നവയാണ് അവിവേകാദി ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും അറിവില്ലാത്തവരെ മതിപ്പിക്കുകയും ചെയ്യുന്ന ധനം. അതുകൊണ്ട് ധനമുള്ളവനാണ് ധനികൻ എന്ന് പറയരുത്, മറിച്ച് സൽഗുണ സമ്പന്നനാണ് ഏറ്റവും ധനികൻ എന്ന് മനസ്സിലാക്കൂ. ഉദ്ധവന് ഭഗവാൻ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്തതായി, എങ്കിൽ ആരാണ് ദരിദ്രൻ? ധനികൻ ധനമുള്ളവൻ എന്നല്ല, മറിച്ച് ഗുണമുള്ളവൻ എന്നാണെങ്കിൽ അടുത്തതായിട്ട് ഭഗവാൻ പറയുന്നു, ആരാണ് ദരിദ്രൻ? ദരിദ്രോ യസ്തു അസന്തുഷ്ട കൃപണോ യോ അജിതേന്ദ്രിയ ഗുണേഷ്വസക്തധീരീശോ ഗുണസംഗോ വിപര്യയ. പറയാണ്, യാ അസന്തുഷ്ട, ആരാണോ സന്തോഷമില്ലാത്തവൻ, സ അവൻ ദരിദ്രനാണ്. യാ അജിതേന്ദ്രിയ, ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ, സ കൃപണഃ, അവൻ ശോച്യനാണ്. മഹാന്മാരാൽ വ്യസനിക്കപ്പെടത്തക്കവൻ, ഗുണേഷു ഗുണങ്ങളിൽ അസക്തധി, ആസക്തിയില്ലാത്ത ബുദ്ധിയോടുകൂടിയവൻ, ഈശൻ. ഗുണസംഗഹ, ഗുണങ്ങളിൽ ചേർച്ചയുള്ളവൻ, ഈശ്വരഭാവത്തിന് വിപരീതമാണ്. വിപര്യയ. ദരിദ്രന്റെ ലക്ഷണം എന്താ? ദിവസവൃത്തിക്ക് വേണ്ടതില്ലാത്ത ആ കാരണം കൊണ്ട് സന്തോഷമില്ലായ്മയാണ്. അപ്പോ എല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നവനും സന്തോഷമില്ലാത്തതിനാൽ ആർക്കും സന്തോഷമില്ലാതിരിക്കുന്നു, അവനെയാണ് ദരിദ്രൻ എന്ന് വിളിക്കുന്നത്. ധനമില്ലാത്തവനല്ല ദരിദ്രൻ എന്നാണ്. ഏതവസ്ഥയിലും സന്തോഷിക്കുന്നവൻ ദരിദ്രനല്ല. യദൃച്ഛാലാഭസംതൃപ്തിയാണ് ധനികന്റെ ഏറ്റവും വലിയ ഗുണം. ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന അല്പലാഭത്തിൽ സന്തോഷം ഉണ്ടാവുക. അപ്പോ അങ്ങനെയുള്ള ആളെ ധനികൻ എന്ന് വിളിക്കാം. മറ്റേ ഒരിക്കലും സന്തോഷം ഉണ്ടാവണില്ല, അവൻ എന്നും ദരിദ്രനായിട്ട് തന്നെ ഇരിക്കുന്നു. അടുത്തതായി അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവന് എന്നും കഷ്ടമാണ് അല്ലേ? അവനെക്കുറിച്ചാണ് മഹാന്മാർ വ്യസനിക്കുക. അതുകൊണ്ട് അവനെ കൃപണൻ, ശോച്യൻ എന്ന് പറയുന്നു. അടുത്തതായി പറഞ്ഞു, ഗുണകാര്യങ്ങളായ ദേഹാദികളിൽ അഹംബുദ്ധിയില്ലാത്തത് കൊണ്ട് അതോട് ചേർച്ചയില്ലാത്തവൻ, അവൻ സ്വതന്ത്രനാണ്. അവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്കും അവൻ്റെ ശക്തിക്കും വൈഭവത്തിനും അതിർത്തിയില്ല എന്നാണ്. അയാൾ പറയുകയാണ് ഇങ്ങനെയുള്ള ആൾ, അതുകൊണ്ട് അവൻ ഈശ്വരനാണ്. സ്വാതന്ത്ര്യം ഈശ്വര ലക്ഷണമാണ്. ഇപ്പൊ ചക്രവർത്തി തുടങ്ങിയവർക്കും ദേഹാസക്തി ഉള്ളത് കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്നു എന്നല്ലാതെ സത്യത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഇങ്ങനെ ആസക്തധി, ഗുണങ്ങളിൽ ആസക്തിയില്ലാത്ത ബുദ്ധി ഉള്ള ആളുകൾ, അവരാണ് സ്വതന്ത്രന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അസ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗുണകാര്യങ്ങളിൽ ആസക്തി ഉണ്ടാകുന്നത് വരെ മാത്രമേ അസ്വാതന്ത്ര്യമുള്ളൂ. അപ്പോ മേൽപ്പറഞ്ഞ എല്ലാ വാക്കുകളുടെയും അർത്ഥം ലോകത്തിൽ സാധാരണ നമ്മൾ കാണുന്ന അർത്ഥമല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാ വാക്കുകളുടെയും അർത്ഥം സാധാരണ ലോകത്തിൽ ധരിച്ചു വരുന്ന രീതിയിൽ നിന്ന് മറ്റൊരു തരത്തിലാണ് ഭഗവാൻ പറഞ്ഞത് അല്ലേ? ആരാണ് ധനികൻ, ആരാണ് പണ്ഡിതൻ, ആരാണ്
ദരിദ്രൻ, ആരാണ് മൂർഖൻ എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന സാധാരണ സ്ഥിതിയിൽ നിന്ന് ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളെ അനുഗ്രഹിക്കാൻ ഉദ്ധവൻ ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതിന് വേണ്ട തരത്തിലുള്ള ഉത്തരം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഉപമ പറയുന്നു, ഉദാഹരണം പറയുന്നു. ഒരു സൗധത്തിന്റെ മുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോണിപ്പടി എത്ര കണ്ട് ഉപകാരപ്രദമാണോ അതേപോലെ ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേദാന്ത ആചാര്യന്മാരുടെ സൂക്ഷ്മാർത്ഥ വിവരണം എന്നും ഗുണകരമായിരിക്കും എന്ന് ഭാഗവതം ഭഗവാന്റെ ഈ വാക്കുകളിലൂടെ കാണിച്ചു തരുന്നു. അങ്ങനെ ഉദ്ധവൻ ചോദിച്ച 5 ചോദ്യങ്ങൾ, ആ 5 ചോദ്യങ്ങളെ മറുപടിയായിട്ട് ഭഗവാൻ ഇത്തരത്തിൽ ഓരോന്നിനും വിസ്തരിച്ച് അവിടെ പറഞ്ഞു കൊടുത്തു. നമ്മളവിടെ കാണുന്നു, ഈ അധ്യായത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 29, 30, 31, 32 എന്നിങ്ങനെയുള്ള ആ ശ്ലോകങ്ങളിലൂടെയാണ് ചോദ്യങ്ങൾ ഉണ്ടായത്. ആ ചോദ്യങ്ങൾക്ക് 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങൾക്ക് ഭഗവാൻ 33 കൂടി 44 വരെയുള്ള ആ ശ്ലോകങ്ങളിലൂടെ മറുപടി പറഞ്ഞു. വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏത ഉദ്ധവ തേ പ്രശ്നാ സർവേ സാധു നിരൂപിത കിം വർണ്ണിതേന ബഹുന ലക്ഷണം ഗുണദോഷയോ ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തൂഭയവർജിത. ഉദ്ധവ തേ ഏതേ സർവേ പ്രശ്ന. ഉദ്ധവ, നിന്റെ ഈ എല്ലാ ചോദ്യങ്ങളും സാധു നിരൂപിത, നല്ല പോലെ ആലോചിക്കപ്പെട്ടതാണ്. ഗുണദോഷയോ ഗുണദോഷങ്ങളുടെ ലക്ഷണത്തെക്കുറിച്ച് ബഹുന വർണ്ണിതേന, അധികമായിട്ട് വർണ്ണിക്കുന്നതുകൊണ്ട് കിം, എന്താണ് ഫലമുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. ഗുണദോഷ ദൃശി, ഗുണദോഷ ആലോചന, ഗുണങ്ങൾ ഇന്നത് ദോഷങ്ങൾ ഇന്നത് എന്ന് ഭേദരൂപേണ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം. ഉഭയവർജിത, ഗുണത്തെയും ദോഷത്തെയും ഉപേക്ഷിക്കുക, രണ്ടിനെയും ഉപേക്ഷിക്കണത്, അതാണ് ഗുണം എന്ന് മനസ്സിലാക്കൂ. അപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ഉദ്ധവ, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഗുണദോഷങ്ങളുടെ സ്വരൂപം അറിയാനായിട്ടാണ് ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ഉദ്ധവ ചോദിച്ചത്. അപ്പൊ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അതിനുള്ള മറുപടിയായി എന്നാണ്. വളരെയധികം വർണ്ണിച്ചത് കൊണ്ട് എന്താ, അതിൻ്റെ മുഴുവൻ സാരവും ഒരൊറ്റ വരിയിലൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ്. അതുകൊണ്ട് ത്രിഗുണകാര്യങ്ങളിലൊക്കെ ഗുണദോഷങ്ങൾ ഉണ്ടാവും. സത്വരജസ്തമോ ഗുണങ്ങളിൽ ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. അതിനെ വിഭജിച്ച് അറിയാൻ ആഗ്രഹിച്ച് ഗുണകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം. എന്നാൽ ത്രിഗുണങ്ങളുടെ ബാധ ഇല്ലാതെയായി ആത്മസ്വരൂപനായി ഈശ്വരനെ ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും സമ്മേളന സ്ഥാനമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഗുണദോഷ ചിന്തയുണ്ടാകുന്നത് ആ ത്രിഗുണങ്ങളെ വർജിക്കാൻ സാധിക്കുക, അതാണ് ഏറ്റവും വലിയ ഗുണം. അല്ലെങ്കിൽ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ഗുണം. ലൗകിക നിലയിൽ ഗുണമെന്ന് പറയപ്പെടുന്നത് മറ്റൊരു തരത്തിൽ ദോഷമാണെന്നും തിരിച്ചും അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അത് രണ്ടും, ഗുണവും ദോഷവും ഭാവനയിൽ നിന്നുണ്ടാവുന്നതാണ്, ഭാവനാജന്യമാണ് എന്ന് ചുരുക്കം. അപ്പൊ ആ ഗുണദോഷ ഭാവനയെ ജയിച്ച് ഗുണാതീതമായിരിക്കുന്ന സ്വഭാവത്തിൽ ഇരിക്കുന്നതാണ് ഗുണം എന്ന് ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഏകാദശ സ്കന്ധത്തിലെ, മുക്തിസ്കന്ധം എന്നറിയപ്പെടുന്ന ഏകാദശ സ്കന്ധത്തിലെ യമനിയമാദീനാം വർണ്ണനം എന്ന 19-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. അടുത്തതായി ഉദ്ധവന്റെ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയായി ഭഗവാന്റെ വാക്കുകൾ. ഉദ്ധവൻ 5 ശ്ലോകങ്ങളിലൂടെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആദ്യത്തിൽ കാണുന്നത് അതാണ്. ഹേ അരവിന്ദാക്ഷ, ഭഗവാനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞു ഗുണങ്ങളെയും ദോഷങ്ങളെയും ഉപേക്ഷിക്കണം, ഗുണങ്ങളെയും ദോഷങ്ങളെയും വേർതിരിച്ച് കാണുന്നത് ദോഷമാണ് എന്ന് പറഞ്ഞു. വേദത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഗുണകർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടതായ ദോഷകർമ്മങ്ങളും
വേർതിരിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ പറയണു രണ്ടിനെയും ഉപേക്ഷിക്കണമെന്ന്. അപ്പൊ പൂർവം ആദ്യത്തെ, ഇപ്പോ അതിന് ശേഷമുള്ളത് പൂർവാപര വിരോധമാണ് ഇങ്ങനെ തോന്നുന്നത്. വേദത്തിൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, ഇപ്പോ അവിടുന്ന് പറയണു രണ്ടിനെയും ഉപേക്ഷിക്കണം എന്ന്. ഇത് എന്നിൽ വല്ലാത്ത സംശയത്തിന് കാരണമായിട്ട് തീരുന്നു. അതുകൊണ്ട് ഭഗവാൻ അതിന് മറുപടി പറയുകയാണ്, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഈ 3 യോഗങ്ങളെയും ഭഗവാൻ ഉദ്ധവന് പകർന്നു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് പൂജാവിധി എന്നുള്ളത്. അത് നമ്മളിനി 27-ാമത്തെ അധ്യായത്തിൽ ക്രിയായോഗം എന്ന രീതിയിൽ വളരെ വിസ്തരിച്ച് കേൾക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളിതാ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 20-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ അനസ്യൂതം അനർഗളമായി ഭഗവാന്റെ അനുഗ്രഹ കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാന്റെ വരപ്രസാദം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലും ഭക്തി ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും സപ്താഹരൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കും എല്ലാവരെയും സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം നരസിംഹാവതാരമാണ്, നാളെ ഭഗവാന്റെ കൃഷ്ണാവതാരം. അതിലൊക്കെ എല്ലാവരും എത്തിച്ചേരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നമഃ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം,
പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.